യെസ്, പറയുമ്പോൾ he showed a wanton disregard for his friends' feelings. Where example, they were accused of wanton cruelty to animals. ടു വേണ്ട, ടുവേർഡ്സ് എന്ന് യൂസ് ചെയ്യാം. ടുവേർഡ്സ് ആനിമൽസ് അല്ലേ? യെസ്. അപ്പോൾ 2 എക്സാമ്പിൾ സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്, നോക്കിക്കോളൂ. ഹി ഷോഡ് എ വാണ്ടൺ ഡിസ്റിഗാർഡ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം റിഗാർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളതിനെ കൺസിഡർ ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. നമ്മളതിനെ പരിഗണിക്കുക, അല്ലെങ്കിൽ അതിനെ നമ്മുടെ ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് എന്ന് പറയും. നമ്മൾ അതിനെയും ഒരു എന്താ പറയുക, നമ്മുടെ ഒരു മനസ്സിൽ ആ ഒരു കാര്യത്തിനും കൂടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതും കൂടെ കണക്കിലെടുക്കുക അല്ലേ? ഒരു കാര്യം അതും കൂടെ കണക്കിലെടുക്കുക എന്നൊക്കെ ഉള്ളൊരു മീനിങ്ങിൽ നമ്മൾ റിഗാർഡ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാറുണ്ട്. യെസ്. അപ്പോൾ ഡിസ്റിഗാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് മൈൻഡ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അത് കൺസിഡർ ചെയ്യാതിരിക്കുക, അത് കണക്കിലെടുക്കാതിരിക്കുക, അതിനൊരു വിലയും കൊടുക്കാതിരിക്കുക അല്ലേ? ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ ഡിസ്റിഗാർഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ടിൻ്റെ ഫീലിങ്സിന് അയാൾ എന്താണ്, ഒരു വിലയും കൊടുത്തില്ല. അപ്പോൾ അതൊരു ഭയങ്കരമായ ഒരു ക്രൂവലായ ഒരു ആക്ഷനാണ്, ഒരു ക്രൂവലായ അല്ലെങ്കിൽ ഒരു ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അത് അയാൾ മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് പറയുന്ന മീനിങ്ങിലാണ് നമ്മൾ wanton എന്നുള്ള വേർഡ് യൂസ് ചെയ്തേക്കുന്നത്. ദേ വേർ അക്യൂസ്ഡ് ഓഫ് wanton cruelty towards animals അല്ലേ? ഒരു മൃഗങ്ങളോട് ക്രൂരത കാണിക്കുക എന്ന് പറയുന്നത് ഒരു ക്രൂവലായ ഒരു ആക്ഷനാണ്. അത് അയാൾ മനഃപൂർവ്വം ചെയ്തതാണ്. അവരുടെ എന്താണ് അവരുടെ മേത്ത് വന്ന അക്യൂസിഷൻ എന്താണ്? അവർ ആ മൃഗങ്ങളോട് അത്തരം ക്രൂരതകൾ അവർ ഡെലിബറേറ്റ് ആയിട്ട് അവർ ചെയ്യുവാണ്. ഭയങ്കര ക്രൂരത ഡെലിബറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊവോക്കേഷനും ഇല്ലാതെ അവർ ചെയ്യുന്ന ഒരു ആക്ഷൻ ആണെന്ന് കാണിക്കാനാണ് നമ്മൾ wanton എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? യെസ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ വേർഡ് wanton. അപ്പോൾ wanton എന്നുള്ള വേർഡിനെ